അന്നനാട് വേലിപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 9 ഭണ്ഡാരങ്ങളും കുടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ഭണ്ഡാരവും തകർത്ത് കവർച്ച. വേലിപ്പള്ളി ക്ഷേത്രത്തിലെ വിവിധ ഉപക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളാണ് തകർത്ത് പണം കവർന്നിട്ടുള്ളത്. വേലിപ്പള്ളി ക്ഷേത്രത്തിലേക്കുള്ള വഴിയോരത്തു തന്നെ സ്ഥാപിച്ചിട്ടുള്ള കുടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും കവർന്നു. 3 ബൈക്കുകളിലായി എത്തിയ യുവാക്കളായ 4 സംഘമാണ് കവർച്ച നടത്തിയിട്ടുള്ളത്. ഇവർ വരുന്നതും മോഷണം നടത്തുന്നതും ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. പുലർച്ചെ ക്ഷേത്രത്തിൽ എത്തിയ ആളാണ് ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർന്ന നിലയിലും ഷീറ്റ് നീക്കം ചെയ്ത നിലയിലും കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 10 സ്ഥലങ്ങളിലായി മോഷണം നടന്നതായി കണ്ടെത്തിയത്. 1 മാസം മുൻപാണ് ഭണ്ഡാരം തുറന്നത്. വേലിപ്പള്ളിയിൽ മാത്രം 12,000-ഓളം രൂപ കവർന്നതായി ഭാരവാഹികൾ പറഞ്ഞു. കുടുങ്ങാപ്പുഴയിലേത് വ്യക്തമല്ല. വിവരമറിഞ്ഞെത്തിയ ക്ഷേത്രം ഭാരവാഹികൾ കൊരട്ടി പോലീസിനെ വിവരമറിയിച്ചു. ക്ഷേത്രത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാക്കളുടെ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. കവർച്ച വിവരമറിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ബൈക്ക് മോഷണം പോയെന്നുള്ള പരാതിയുമായി 2 യുവാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി. മോഷ്ടിച്ച ബൈക്ക് കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാടുകുറ്റിയിലും അന്നനാട് ജംഗ്ഷനിലെ ഒരു കടയിലും കവർച്ച നടന്നതായും പറയപ്പെടുന്നു. മലയാളം ടെലിവിഷൻ, തൃശൂർ.